കുറച്ചു ദിവസം മുൻപാണ് ശബരിമല സന്നിധാനത്തെ ദ്വാരപാലക ശില്പങ്ങളുടെ പീഠങ്ങൾ കാണാതായി എന്ന വാർത്തയും പരാതിയും നമ്മുടെ മുന്നിലേക്ക് എത്തിയത്. അതിലിപ്പോൾ വലിയ വഴിത്തിരിവ്, ഒരു വൻ ട്വിസ്റ്റ് തന്നെ ഉണ്ടായിരിക്കുകയാണ്. ദേവസ്വം ബോർഡിനെ സംശയത്തിൽ നിർത്തി പീഠങ്ങൾ നഷ്ടമായി എന്ന ആരോപണം ഉന്നയിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി, ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് പീഠങ്ങൾ കണ്ടെടുത്തു. ഇതോടെ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി സംശയ നിഴലിലായിട്ടുണ്ട്. പീഠങ്ങൾ തിരിച്ചു കിട്ടിയതിൽ നാളെ വിജിലൻസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകും. ശബരിമല ക്ഷേത്ര ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പങ്ങളുടെ പീഠങ്ങൾ തിരിച്ചു കിട്ടിയെന്ന വാർത്ത ഇന്ന് മാതൃഭൂമി ന്യൂസാണ് പുറത്തുവിട്ടത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിജിലൻസ് സംഘമാണ് വെഞ്ഞാറമൂട്ടിലെ വീട്ടിൽ നിന്ന് ആ പീഠങ്ങൾ കണ്ടെടുത്തത്. പീഠങ്ങൾ കാണാനില്ല എന്ന് ആരോപണം ഉന്നയിച്ച സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുവിന്റെ വീട്ടിൽ നിന്നായിരുന്നു ഈ പീഠങ്ങൾ തിരിച്ചു കിട്ടിയത്. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണികൾ നടത്താൻ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പീഠങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത്. 2019 സ്വർണ്ണപ്പാളികൾക്കൊപ്പം ദ്വാരപാലക ശില്പങ്ങൾക്ക് താൻ 2 പീഠങ്ങൾ നിർമ്മിച്ചു നൽകിയെന്നും അത് അളവ് ചേരാത്തതുകൊണ്ട് ദേവസ്വം ബോർഡ് മാറ്റിവെച്ചുവെന്നും ഇപ്പോൾ കാണാനില്ല എന്നുമാണ് ആരോപണം ഉന്നയിച്ചിരുന്നത്. ദേവസ്വം ബോർഡിനെ പൂർണ്ണമായും സംശയം നിലനിർത്തുന്നതായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആരോപണങ്ങൾ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആരോപണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട ഹൈക്കോടതിയാണ് ഈ പീഠങ്ങൾ എവിടെയെന്ന് അന്വേഷിച്ച് കണ്ടെത്താൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിജിലൻസ് എസ്പിയോട് നിർദ്ദേശം നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് വിശദമായ അന്വേഷണമാണ് നടത്തിയത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആറന്മുള, ശബരിമല അടക്കമുള്ള എല്ലാ സ്ട്രോങ് റൂമുകളും വിജിലൻസ് സംഘം പരിശോധിച്ചു. എന്നാൽ അവിടെ എവിടെയും ഈ പീഠങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയെടുത്തത്. അതിൽ നിന്ന് ചില സൂചനകൾ ലഭിച്ചു. തുടർന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തിരുവനന്തപുരത്തെയും ബംഗളൂരുവിലെയും വീടുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തി. ഒടുവിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് ഈ പീഠങ്ങൾ കണ്ടെടുത്തത്. ഈ പീഠങ്ങളുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നത് 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പീഠങ്ങൾ സ്വന്തം ജീവനക്കാരന്റെ കൈവശമാണ് ശബരിമലയിലേക്ക് കൊടുത്തയച്ചത്. അവിടെ അത് അളവ് ചേരാത്തതിനെ തുടർന്ന് ഈ ജീവനക്കാരൻ തിരിച്ചു കൊണ്ടുവരികയായിരുന്നു. ഇതുവരെ ആ ജീവനക്കാരന്റെ വീട്ടിലാണ് ഈ പീഠങ്ങൾ സൂക്ഷിച്ചിരുന്നത്. പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ആരോപണങ്ങൾ പുറത്തുവിടുകയും ആ സംഭവം വിവാദമായതോടെയും ഈ ജീവനക്കാരനാകെ ഭയന്നുപോയി. തുടർന്നാണ് ജീവനക്കാരൻ ഈ പീഠങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തിരുവനന്തപുരത്തെ വീട്ടിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിച്ചത്. പിന്നീട് ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി അത് സ്വന്തം ബന്ധുവിന്റെ വീട്ടിലേക്ക് മാറ്റുകയായിരുന്നു. അവിടെ നിന്നാണ് ദേവസ്വം ബോർഡ് ഈ പീഠങ്ങൾ കണ്ടെടുത്തത്. ഏതായാലും ഈ പീഠങ്ങൾ കണ്ടെടുത്തതുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് നാളെ ഹൈക്കോടതിയിൽ വിജിലൻസ് സംഘം സമർപ്പിക്കും. ദേവസ്വം ബോർഡിനെ ആകെ സംശയനിഴലിൽ നിർത്തുന്ന ഇത്തരമൊരു ആരോപണം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തുകൊണ്ട് ഉയർത്തി എന്നുള്ള കാര്യം ഇപ്പോഴും അജ്ഞാതമാണ്. ഇക്കാര്യത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് വിജിലൻസിന്റെയും പക്ഷം. ഏതായാലും ഹൈക്കോടതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിലുള്ള നടപടി സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത്.